പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മുത്തപ്പനെ കാണാനും അനുഗ്രഹം വാങ്ങാനും ഒക്കെ അങ്ങ് അറബി നാട്ടിൽ നിന്ന് ഒരാളെത്തി. സെയ്ദ് മുഹമ്മദ് അല്ലാഹി അൽ നഖ്ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ സന്ദർശനം നടത്തി മുത്തപ്പനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് അദ്ദേഹം മടങ്ങുന്നത്. ഫെലിക്സ് പുളിക്കലുണ്ട് കണ്ടിൽ നിന്ന്. ഫെലിക്സെ, മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ സമഭാവനയുടെ ദൈവമാണ് അല്ലെ? എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും എല്ലാവരുടെയും കണ്ണീരൊപ്പാനും ഒക്കെ അല്ലെങ്കിൽ അവർക്ക് ധൈര്യം പകരാനും ഒക്കെ കഴിയുന്ന മുത്തപ്പനെ നമ്മളിങ്ങനെ പല വീഡിയോകളിലുമൊക്കെ നേരിട്ടുമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു അറബി നാട്ടിൽ നിന്നെത്തിയ അതിഥിയുടെ അദ്ദേഹം മുത്തപ്പനോട് ചോദിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ മുത്തപ്പൻ എങ്ങനെ എല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ സന്തോഷത്തോടെ തിരിച്ചയച്ചോ? ദിവിഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ജാതി മതഭേദമന്യേ എല്ലാവർക്കും എത്താവുന്ന ഒന്നാണ് മുത്തപ്പൻ മടപ്പുര. അങ്ങനെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലാണ് ഈ പറയുന്ന റാസൽ ഖൈമയിൽ നിന്നും ഈ അറബി എത്തുന്നത്. അത് അറബി എത്താനൊരു കാരണമുണ്ട്. അതിൽ പ്രധാനം ഒരു രവീന്ദ്രൻ എന്ന വ്യക്തി, അത് കണ്ണൂർ കീച്ചേരി സ്വദേശിയാണ്. അപ്പോൾ രവീന്ദ്രൻ എന്ന ആളുടെ സ്പോൺസറാണ് ഈ അറബി. അങ്ങനെയാണ് അറബി 3 തവണ കേരളത്തിലെത്തിയിരുന്നു. അതിലൊരു തവണ ഈ മുത്തപ്പൻ മടപ്പുരയിൽ പോകാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് മഴയായിരുന്നു, അങ്ങനെ സാധിച്ചില്ല. അങ്ങനെ ഇത്തവണ വന്നപ്പോൾ പോകാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ മുത്തപ്പൻ മടപ്പുരയിലെത്തി മുത്തപ്പൻ്റെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ വാങ്ങി അദ്ദേഹം പ്രസാദവുമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചാണ് അവിടെ നിന്നും മടങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്കറിയാം മുത്തപ്പനെ കാണാൻ ധാരാളം പേർ വിവിധ നാടുകളിൽ നിന്ന്, ഗൾഫിൽ നിന്ന് മാത്രമല്ല അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം പേർ എത്താറുണ്ട്. അപ്പോൾ അങ്ങനെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. മാത്രമല്ല നമുക്കറിയാം ധാരാളം വിശ്വാസികളായ ആളുകളൊക്കെ തന്നെ എത്തുന്നൊരു സ്ഥലം കൂടിയാണ്. എന്നാലും അവിടേക്കാണ് ഈ അറബി എത്തുന്നത്. അതിനേറ്റവും പ്രധാനമായും ഘടകമായി മാറിയത് ഈ പറയുന്ന ഈ ഗൾഫിലേക്കൊക്കെ അവിടെയൊക്കെ മുത്തപ്പൻ വെള്ളാട്ടമൊക്കെ കഴിക്കുന്നത് പലപ്പോഴും ഈ അറബി കണ്ടിട്ടുണ്ട്. ആ സമയത്താണ് ഇവിടെ ഇത് കേരളത്തിലെത്തിയൊന്ന് നേരിൽ കാണാനൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അത് സഫലമാകുകയും ചെയ്തത്. ശരി, എന്തായാലും മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹവും അദ്ദേഹത്തിനും ഉണ്ടാകട്ടെ അല്ലേ?